ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. ഇന്ന് ഒരു കുഞ്ഞു പരീക്ഷണത്തിലൂടെ നമുക്കൊരു വലിയ കാര്യം പഠിക്കാം. അത് മറ്റൊന്നുമല്ല, ആത്മീയത. ഇന്ന് ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് കഴിവ് മതി, അറിവ് മതി, ഇന്ന് ദൈവമൊന്നും ഇല്ലേലും കുഴപ്പമില്ല, നമ്മൾ ഒത്തിരി വളർന്നു അല്ലേ. സയൻസ് വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചന്ദ്രനിലും അങ്ങ് ഒത്തിരി വളർന്നു, ഹൈലി അഡ്വാൻസ്ഡായി. ഈ ലോകത്തിൽ ദൈവം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെയൊക്കെ ആവശ്യകതയുണ്ടോ എന്ന് ചിന്തിക്കുന്ന നമ്മുടെ കുറച്ച് സഹോദരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരീക്ഷണത്തിലൂടെ മനസ്സിലാക്കും. ഓക്കെ, നമുക്ക് ഒന്നിച്ച് ചെയ്യാം. ഗ്ലാസ് കാണിക്കുന്നത് ഈ ലോകമാണ്. ഓക്കെ, എന്താ ലോകം? ഗ്ലാസ് ഇട്ടാൽ എന്ത് സംഭവിക്കും? പൊട്ടും, പ്രശ്നം ഉണ്ടാവും. ലോകം നമുക്ക് വേണം. ഓക്കെ, ഞാൻ മരിക്കുമ്പോൾ ഈ ലോകം എനിക്ക് നഷ്ടപ്പെടും, എന്നേക്കുമായി നഷ്ടപ്പെടും. ഓക്കെ, പക്ഷെ എനിക്ക് ജീവിച്ചേ മതിയാവും. എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഈ ലോകത്ത് ജീവിക്കണം. ഫോക്ക് നമ്മുടെ വീട്ടിൽ കാണും. ഈ ഫോക്ക് നമുക്ക് വഴിയെ പഠിക്കാം. പിന്നെ അടുത്ത് വേണ്ടത് ടൂത്ത് പിക്കാണ്. പിന്നെ ഒരു മാച്ച് ബോക്സ്. ഓക്കെ, സാധനങ്ങൾ റെഡി. അപ്പോൾ നേരത്തെ സിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഇത് ലോകമാണ്. ഈ രണ്ട് ഫോക്കിൽ ഒരു ഫോക്ക് കാണിക്കുന്നത് നമ്മുടെ കഴിവാണ്. എന്താ? നമ്മുടെ കഴിവാണ്. ഈ കഴിവിൽ എന്തൊക്കെ വരും? പാടാനുള്ള കഴിവ്, ഡാൻസ് ചെയ്യാനുള്ള കഴിവ്, സംസാരിക്കാനുള്ള കഴിവ്, കലാപരമായ കാര്യങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവ്, ക്രിയാത്മകത, ചിരിക്കാനുള്ള കഴിവ്, ഇങ്ങനെ പല കാര്യങ്ങൾ ഈ കഴിവിൽ വരും. ഓക്കെ, അപ്പം ചില ആൾക്കാർ വിചാരിക്കും ഈ കഴിവുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടി, ഓക്കെ, കുഴപ്പമില്ല, ഉഷാറായിട്ട് സുന്ദരമായിട്ട് ഈ ലോകത്ത് ജീവിക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി അടുത്ത ഫോക്ക് കാണിക്കുന്നത് അറിവ്. അറിവെന്താ? നമുക്ക് പല കണക്ക്, ഫിസിക്സ്, ബയോളജി, നമുക്ക് പല അറിവുണ്ടല്ലോ. പ്രകൃതിയെ പറ്റി അറിയണം, മനുഷ്യരെ പറ്റി അറിയണം, നമ്മളെപ്പറ്റി അറിയണം. ഇങ്ങനെ അറിവ് പ്രധാനപ്പെട്ടതാണ്. പരീക്ഷ കണ്ടിട്ടില്ലേ, ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ PSC ടെസ്റ്റ് എഴുതുന്നു, പല പല കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ചെയ്യുന്നതിനാൽ ഈ അറിവിൻ്റെ അളവനുസരിച്ചും അത് കൃത്യമായിട്ട് അവർക്ക് കൃത്യസമയത്തിൽ ചെയ്തു തീർക്കാൻ പറ്റിയ അവർ വിജയമായി മാറി. അപ്പോൾ ചില വിചാരിക്കും അറിവുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകം കീഴടക്കാം, എല്ലാം നേടി, അറിവ് മതി. ഓക്കെ, അപ്പോൾ ചിലവർ പറയും കഴിവും വേണം, അറിവും വേണം, ഇത് രണ്ടും കൂടി ചേർന്നാൽ നമുക്ക് ഈ ലോകത്ത് ഉഷാറായി ജീവിക്കാം. നമുക്ക് നോക്കാം പറ്റുമോ? ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ, വീണ് പോകുന്നു. എത്ര ശ്രമിച്ചാലും നമുക്ക് പറ്റത്തില്ല. അപ്പം എന്നാ ചെയ്യണേ? അറിവിനെയും കഴിവിനെയും ബന്ധിപ്പിക്കാൻ നമുക്ക് ആത്മീയത വേണം. ഈ ആത്മീയത സൂചിപ്പിക്കുന്നതാണ് ഈ ഇത്തിരി പോകുന്ന ഭാരമില്ലാത്ത ഈ കുഞ്ഞു ടൂത്ത് പിക്ക്. ഇതിന് നമ്മൾ അധികം വില കൊടുക്കാറില്ലല്ലോ. നമ്മൾ കഴിച്ച ശേഷം നമ്മൾ പല്ലിലൊക്കെ ആയെങ്കിൽ അതെടുത്ത് കളയാനാണ് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇത് വിചാരിക്കുക, നമ്മൾ ആത്മീയത, ഒരു പൊടിക്ക് നമുക്ക് ആത്മീയതയുണ്ട്, ദൈവത്തോട് ബന്ധമുണ്ട്, എന്ത് സംഭവിച്ചാലും ദൈവം കൂടെയുണ്ട്, ചേർത്ത് പിടിക്കുമെന്നുള്ളൊരു വിശ്വാസമുള്ള വ്യക്തി. ഓക്കെ, ആ വ്യക്തി ഈ ആത്മീയത അവൻ്റെ ജീവിതത്തിൽ തിരികെ കയറ്റുന്നു. ഓക്കെ, നമ്മൾ ആത്മീയത തിരികെ കയറ്റി നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് വെക്കുവാണ്. കണ്ട, ഇതുവരെ രണ്ട് ഭാരമുള്ള സാധനം അറിവും ജ്ഞാനവും കൂടി ചേർത്ത് വെച്ചപ്പോൾ അത് നിന്നില്ല, തറയിൽ വീഴുമായിരുന്നു. ഇപ്പം നോക്കിക്കേ, ആ ഒരു സ്റ്റിക്കിൽ ആത്മീയതയിൽ അത് ബാലൻസ് ചെയ്ത് അറിവും കഴിവും തറയിൽ തൊടാതെ സംഭവം നിൽക്കുവാണ്. ഈ ലോകം ആത്മീയത ഉള്ളവനും ജീവിക്കും, ആത്മീയത ഇല്ലാത്ത ചിലപ്പോൾ നിരീശ്വരവാദിയും ഒരു മതത്തിലും ഒരു ദൈവത്തിലും വിശ്വാസമുള്ളവരും ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ വിശുദ്ധനായാലും പാപിയായാലും സഹനങ്ങൾ വരും, പ്രശ്നങ്ങൾ വരില്ലേ? ദൈവത്തോട് ചേർന്ന് നിന്നെന്നും പറഞ്ഞുകൊണ്ട് കഷ്ടപ്പാടും ദുരിതവും ഒക്കെ കുറയോ? അല്ല, രോഗം ഒരിക്കലും വരാതിരിക്കുക, എല്ലാ പ്രശ്നങ്ങളൊക്കെ വരും. അത് മാനുഷിക സഹജമാണ്. ആ പ്രശ്നങ്ങളെ കാണിക്കുന്നതാണ് തീ, സഹനം. ഈ തീ ചിശ്രിത കത്തിക്കുവാണ്. ഓക്കെ, ആകപ്പാടെ ഇത്തിരി വിശ്വാസത്തിലാണ് അവൻ ജീവിക്കുന്നത്. ഓക്കെ, ഈ ലോകത്തിൽ പ്രശ്നങ്ങൾ എന്ത് വന്നാലും എൻ്റെ ദൈവം കാത്തു സൂക്ഷിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഇതിപ്പോൾ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ. എന്ത് ചെയ്യും? ഒരിത്തിരി പോലും ഉണ്ടായിരുന്നു, അതും കത്തി. നമുക്ക് ഒന്നുകൂടി കത്തിച്ച് നോക്കാം. ഓക്കെ, എന്താണ് പ്രശ്നങ്ങൾ ഒന്നു മാത്രമല്ലല്ലോ. പ്രശ്നങ്ങൾ ഇപ്പോൾ ഭയങ്കര വിശ്വാസിയാണ്, ദൈവത്തെ ചേർത്ത് പിടിക്കുന്നവരാണ്, പക്ഷെ ഒത്തിരി പ്രശ്നങ്ങൾ, സഹനങ്ങൾ. ഇനി കത്താനില്ല കേട്ടോ, കത്തുന്നില്ല, തീർന്നു.
അപ്പോൾ ഒരു മില്ലി മീറ്റർ ആയിരിക്കും, ഒരു തുളുമ്പിലാണ് സംഭവം ഇരിക്കുന്നത്. പക്ഷെ എന്നിട്ടും അത് ഇരിക്കുന്നില്ലേ? അറിവിനെ കഴിവിനെ ചേർത്ത് വെച്ച് ഈ ലോകത്തിൽ ബാലൻസ് ചെയ്ത് ജീവിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതം മക്കളെ. നമ്മുടെ ആത്മീയതയും ഇതുപോലെ ആയിരിക്കണം. നമുക്ക് പണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ചാണക്യൻ എന്ന് പറയുന്ന ഒരു തത്വചിന്തകനുണ്ടായിരുന്നു. പുള്ളി പറയുന്നത്, പൂവിൽ മണമുള്ളതുപോലെ, എള്ളിൽ എണ്ണ ഒളിഞ്ഞിരിക്കുന്നത് പോലെ, തടിയിൽ അഗ്നി ഇരിക്കുന്നത് പോലെ, കരിമ്പിൽ ശർക്കര ഇരിക്കുന്നത് പോലെ, ആത്മാവിൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിലെ ആത്മീയതയെ നമ്മൾ ജ്ഞാനം കൊണ്ട് തിരിച്ചറിയണം. എന്താ പുള്ളി പറഞ്ഞ? നമ്മൾ പൂവിൽ നിന്ന് മണം വേർപെടുത്താൻ പറ്റുമോ? എവിടെയാണ് ഒളിഞ്ഞിരിക്കണേന്ന് കാണാൻ പറ്റുമോ? ഇല്ല. തടിയിലെ അഗ്നി നമുക്ക് അറിയില്ല, ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷെ അതുപോലെ നമ്മുടെ ഉള്ളിൽ ഉള്ള ആത്മീയതയെ നമ്മൾ വിവേകം കൊണ്ട്, അറിവ് കൊണ്ട്, ജ്ഞാനം കൊണ്ട് തിരിച്ചറിയണം. എന്ത് രസമാണ് അല്ലേ? അപ്പം ആത്മീയത നമുക്ക് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ആത്മീയത എന്നാ? നമ്മുടെ ദൈവം, നമ്മുടെ ക്രിസ്തു. അതിന് മറ്റപ്പുറോ ഇപ്പുറോ ഒന്നുമില്ല. ക്രിസ്തുവിൻ്റെ കൈപിടിച്ച് നടന്നാൽ അവന് ഇതുപോലെ ബാലൻസ് ചെയ്യാൻ പറ്റും. ഇനി ഇല്ലെന്ന് വിചാരിക്കുക, ഓക്കെ, ആത്മീയത എനിക്ക് ഈ ലോകത്ത് എനിക്ക് വേണ്ട, എനിക്ക് ജ്ഞാനം മതി, അറിവ് മതി, ഈ ലോകവും മതി, ലോകത്തിലെ സൗന്ദര്യവും മതി. ആത്മീയതയെ നമ്മളൊന്ന് തട്ടി മാറ്റിക്കേ, ഒന്നൊന്ന് മാറ്റിക്കേ, താഴെ വീണു അല്ലേ? നടുവൊടിഞ്ഞ് താഴെ വീണു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും മലമുകളിൽ നിന്ന് താഴെ വീഴുന്ന അനുഭവം ഉണ്ടാവും. ചിലപ്പോൾ ഞാനതിൽ ഭയങ്കര സംഭവമായിരിക്കും അല്ലേ? ഏത് ചോദ്യങ്ങൾക്കും വിട്ടാൽ നമ്മൾ മണിയായി ഉത്തരം പറയുന്ന അവസ്ഥയായിരിക്കും. പക്ഷെ പ്രതിസന്ധികൾ വരുമ്പോൾ മലയിൽ നിന്ന് താഴെ വീണാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തെന്നി വീഴുന്നത് പോലെയാണോ? ഇല്ല, നമ്മുടെ കൈയും കാലും ഒക്കെ ഒടിയും, ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കാം. ഓക്കെ, നമ്മുടെ താളം തെറ്റും. അങ്ങനെ അവസ്ഥ ഉണ്ടാകരുത് മക്കളെ. അതുകൊണ്ട് എന്ത് വേണം? നമുക്ക് നമ്മുടെ ദൈവം വേണം. ദൈവത്തിൻ്റെ കൈ പിടിച്ചേ നമുക്ക് ഈ ലോകത്തിലെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആത്മീയത വേണ്ടേ? വേണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ദൈവത്തെ വിട്ട് വേറൊരു കളിയില്ല. ഓക്കെ, ഈശോ അനുഗ്രഹിക്കട്ടെ.